വലിയ ജനസ്വീകാര്യതയുള്ള ഒരു പ്രോഗ്രാം ആണല്ലേ ബിഗ് ബോസ് എന്ന് പറയുന്നത്. ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും. ബിഗ് ബോസ് തുടങ്ങിയാലും എങ്ങും ബിഗ് ബോസ് കണ്ടന്റുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ബിഗ് ബോസ് കൊണ്ടുപോകുന്നതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുന്നത് വലിയ വലിയ താരങ്ങളായിരിക്കും. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, മോഹൻലാൽ, സൽമാൻ ഖാൻ പോലുള്ള വലിയ താരങ്ങളാണ് ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസിൽ ഇത്രയേറെ കാഴ്ചക്കാർ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാനുള്ള മലയാളികളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ആകാംക്ഷ, ക്യൂരിയോസിറ്റി തന്നെയാണ് ബിഗ് ബോസ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. നമുക്കറിയാം, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് അധികവും ബിഗ് ബോസ് ഹൗസിൽ വരാറുള്ളത്. ഇവരുടെ ഡെയിലി ലൈഫ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനുള്ള ആളുകളുടെ ക്യൂരിയോസിറ്റിയാണ് ജനങ്ങളെ അതിന്റെ മുന്നിൽ പിടിച്ചിരുത്തുന്നതും എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഒരു വഴക്കൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആളുകൾ കൂടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ഭൂരിഭാഗവും എത്തുന്നത് ഒരിക്കലും ആ ഒരു വഴക്കിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ആ വഴക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് ഭൂരിഭാഗം ആളുകളും അവിടെ എത്തുന്നത്. ഇത് തന്നെയാണ് ബിഗ് ബോസിലും സംഭവിക്കുന്നത്. ആളുകൾക്കിടയിൽ വഴക്ക് കൂടുന്ന സമയത്തൊക്കെ ഇതിന്റെ റേറ്റിംഗും വ്യൂസും ഒക്കെ കൂടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ തന്നെയാണ് ബിഗ് ബോസിന്റെ ആയുധം എന്ന് പറയുന്നത്.